മനോജ് മൂത്തേടൻ. ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ എൻ്റെ ആദ്യത്തെ സബ്മിഷൻ തന്നെ പെരുമ്പാവൂരിൽ ഫ്ലൈ ഓവർ വേണം എന്നുള്ളതായിരുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു, സമിതിയെ വെക്കാൻ തീരുമാനിച്ചു. ഞങ്ങളതിന് പിന്നാലെ പോവുകയാണ്. അടുത്ത ബഡ്ജറ്റിലെങ്കിലും ഈ ഫ്ലൈ ഓവറിനുള്ള ഫണ്ട് അനുവദിപ്പിച്ച് ഈ ടൈമിൽ തന്നെ ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിനെ പോകുന്നത്. MLA.com today at 9 PM. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും MLA.comലേക്ക് സ്വാഗതം. ഇന്ന് MLA.comൽ നമ്മോടൊപ്പം പെരുമ്പാവൂർ MLA ശ്രീ മനോജ് മൂത്തേടനാണ്. പെരുമ്പാവൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സിറ്റിംഗ് MLA ശ്രീ എൽദോസ് കുന്നപ്പള്ളിയായിരുന്നു. 2 തവണ അദ്ദേഹം ഇവിടെ MLA ആയിരുന്നിട്ടുണ്ട്. ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം ശ്രീ മനോജ് മൂത്തേടൻ പറയുവാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എറണാകുളംകാർക്ക്. അദ്ദേഹം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു 2 തവണ, 2 വർഷം. അതിനുശേഷമാണ് അദ്ദേഹം MLA ആയിട്ട് ആദ്യമായി മത്സരിക്കുന്നതും ആദ്യമായി തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതും. ആദ്യ ഊഴത്തിൽ തന്നെ MLA ആയി വരികയാണ്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ്, ജയിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അദ്ദേഹം പരാജയപ്പെടുത്തിയത് അതുകൂടി പറയാം. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശ്രീ ബേസിൽ ജോണിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. തൊട്ടപ്പുറത്തെ BJP സ്ഥാനാർത്ഥി TTPയിലെ GB പാത്തേക്കിലുണ്ടായിരുന്നു. അവരെല്ലാം പരാജയപ്പെടുത്തി അദ്ദേഹം നിയമസഭയിലേക്ക് ആദ്യം മുഴുവൻ തന്നെ തെരഞ്ഞെടുത്ത് വന്നിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ MLA ആയി വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ ഒരു സ്ഥാനാർത്ഥി നിർണയവും. പ്രതീക്ഷിച്ചോ ഇങ്ങനെ കിട്ടുന്ന? പെട്ടെന്നായിരുന്നില്ലേ ഒരു സ്ഥാനാർത്ഥി നിർണയവും? അത് അങ്ങനെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു. ആദ്യമായി തന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എങ്ങനെയായിരുന്നു? സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നു. കാരണം സിറ്റിംഗ് MLA ഉള്ള സ്ഥലത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥി മാറി നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും കേരളത്തിലെ നേതാക്കന്മാരെല്ലാം തീരുമാനിച്ചപ്പോൾ എനിക്ക് വലിയ ആത്മവിശ്വാസമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതി തന്നെയാണ് പ്രവർത്തനം ഇറങ്ങിയത്. പെരുമ്പാവൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് 28,484 വോട്ടിൻ്റെ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പെരുമ്പാവൂരിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചപ്പോൾ നാട്ടുകാർ എല്ലാവരും കൂടി ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇത്ര വലിയ വിജയത്തിന് കാരണമായത്. വലിയ സന്തോഷവും അഭിമാനമാണുള്ളത്. യുവ MLA ആണ്. ഇത്തവണ യുവാക്കൾ ധാരാളമുണ്ട്. 140 നിയമസഭാ സാമാജികരിൽ 70ഓളവും, അതായത് പകുതിയിലധികവും പുതിയ ആളുകളാണ്. എങ്ങനെയായിരുന്നു യുവ MLA ആയിട്ട്? പുറത്തു നിന്നുള്ള കാഴ്ചക്കാരാണ് പലപ്പോഴും നിയമസഭയിൽ എത്തിയിട്ടില്ല. പൊതുപ്രവർത്തനമാണെങ്കിലും നിയമസഭയിൽ എത്തുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. എന്തായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ആദ്യമായി നിയമസഭയിൽ എത്തുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? വലിയ എന്താ പറയുക, നമ്മുടെ മനസ്സിൽ വലിയ അഭിമാനവും സന്തോഷവും അതിനേക്കാളേറെ നമുക്കൊരു വൈകാരികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വൈകാരികമായ അനുഭവം കൂടിയാണ് നമ്മുടെ നിയമസഭയിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടായത്. കാരണം നമ്മളെല്ലാം അതിനകത്ത് ഒരിക്കലൊന്ന് ചെല്ലണം. അതിനകത്ത് താഴെ ആ
ചെയറിലൊന്നും ഇരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള പൊതുപ്രവർത്തകരാണ്. ഞാൻ നിയമസഭയ്ക്കകത്ത് ആദ്യമായി പോയത് ഞങ്ങളുടെ എല്ലാം KSU പ്രസിഡന്റായിരുന്ന PC വിശ്വനാഥ് MLA ആയിരുന്ന സമയത്ത്. ഞാൻ KSU സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം MLA ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ കാണാനാണ് ഞാൻ നിയമസഭയിൽ ആദ്യമായും അവസാനമായി പോയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം എനിക്കൊന്നും അതിനുശേഷം 20 വർഷത്തിന് ശേഷമാണ് നിയമസഭയ്ക്കകത്ത് MLA ആയി നിയമസഭ അംഗമായി കടന്നു ചെല്ലുന്നത്. PC വിശ്വനാഥിൻ്റെ ഒപ്പമാണ്. ഞങ്ങളൊരു ടീമെല്ലാം ഉണ്ട്. ഞങ്ങളന്ന് KSUവിൽ പ്രവർത്തിച്ച ഒരുപാട് ടീമുണ്ട്. യൂത്ത് കോൺഗ്രസ് ഒരുമിച്ച് പ്രവർത്തിച്ച ഞങ്ങൾ ഒരുപാട് ടീം എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ നിയമസഭയ്ക്കകത്തുള്ളത്. 71 പുതുമുഖങ്ങളുണ്ട് നിയമസഭയ്ക്കകത്ത്. അതിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് അംഗമാകാൻ കഴിഞ്ഞത് ഒരു വലിയ ദൈവാനുഗ്രഹമാണെന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ്. അതൊരു വൈകാരികമായിട്ടുള്ള അനുഭവമായി തന്നെയാണ് അതിനകത്ത് കാലെടുത്ത് പ്രവേശിച്ചപ്പോൾ നമുക്ക് തോന്നിയത്. ഒരു പ്രത്യേകത എന്നുള്ളത്, ഈ ഞങ്ങൾ 2000 യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിരുന്നു. ആദ്യമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കേരളത്തിൽ ആദ്യമായി വന്നത് PC വിശ്വനാഥ് പ്രസിഡന്റും M ലിജു വൈസ് പ്രസിഡന്റും ഞാനും മാത്യു കൊടലാടനും VT ബൽറാമും വിനോദ് കൃഷ്ണൻ, ഞങ്ങൾ 6 പേർ മാത്രമുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അത്രയും ചെറിയൊരു കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് ഉണ്ടാകുന്നത്. ആ കമ്മിറ്റിയിലെ 5 പേരും നിയമസഭയിൽ ഒരുമിച്ച് വന്നു എന്നുള്ളത്. അതിൽ 2 പേർ മന്ത്രിമാരാണ്. വിശ്വനാഥ് ലിജു മന്ത്രിമാരാണ്. ഞാനും മാത്യുവും ബൽറാമും ഒരുമിച്ച് MLA-മാരായി നിയമസഭ വന്ന വലിയ പ്രത്യേകതയാണ്. അതുപോലെ KSU കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ചുണ്ടായിരുന്ന ഒരുപാട് പേർ നിയമസഭയിലുണ്ട്. അപ്പോൾ ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയ പ്രസരിപ്പ് നിയമസഭയ്ക്കകത്ത് വലിയ തോതിലുണ്ട്. ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം തമ്മിലുള്ള ഒരു സൗഹൃദവും ആത്മബന്ധവും ഒക്കെ ആ തലത്തിൽ നാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന പരസ്പരമുള്ള സഹകരണത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അതൊരു വലിയ അനുഭവമാണ്. പിന്നെ സ്വാഭാവികമായി കാരണം നമ്മളൊപ്പം പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം PC വിശ്വനാഥ് 4ാം ടൈമിൽ MLA ആണ്. VT ബൽറാം 3ാം ടൈം MLA ആണ്. മാത്യു കൂടുതലാണ് 2ാം ടൈം MLA ആണ്. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കൂടി അനുഭവ സമ്പത്തൊക്കെ, അതുപോലെ അനുഭവ സാധത്താണെങ്കിലും മറ്റുള്ള എല്ലാവരും ഇപ്പോൾ സജീന്ദ്രൻ ചേട്ടനാണെങ്കിലും ഒക്കെ എല്ലാവരുടെയും അനുഭവ സമ്പത്ത്, റോജി ജോൺ ആണെങ്കിലും ഒക്കെ സമകാലിക വലിയ തൊട്ട് മുൻപിലുള്ള ആളുകൾ എന്ന നിലയിലൊക്കെ അവരുടെയൊക്കെ ഒരു അനുഭവ സമ്പത്ത് കൂടി നമുക്ക് വലിയ തോതിൽ പ്രയോജനപ്പെടും. അപ്പോൾ ആ നിലയിലൊക്കെ നമുക്ക് നാടിൻ്റെ വികസനം നന്നായി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി പെരുമ്പാവൂരിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സിറ്റിംഗ് MLA 2 പ്രാവശ്യം ഉണ്ടായിരുന്ന സിറ്റിംഗ് എൽദോസ് കുന്നപ്പള്ളി ജനകീയ മുഖമായിരുന്നു. അദ്ദേഹം ഈ പെരുമ്പാവൂരിൻ്റെ ജനകീയ മുഖമായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ. പക്ഷേ അതിനുശേഷമാണ് അദ്ദേഹം കേസിൽ നിന്നൊക്കെ ഒഴിവായത്. അപ്പോഴേക്കും സ്ഥാനാർത്ഥി നിർണയം വന്നു, എല്ലാം കഴിഞ്ഞു. ഈ ഒരു സ്വീകാര്യത, അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത പെരുമ്പാവൂരിൽ ശ്രീ മനോജ് മൂത്തേടൻ എന്നുള്ള MLA-ക്ക് ലഭിക്കുന്നുണ്ടോ? അദ്ദേഹം നല്ല ജനകീയമായ പ്രവർത്തനം നടത്തിയ ഒരു MLA ആണ്. വളരെ നന്നായി കാര്യക്ഷമമായി നന്നായി ആളുകളുമായി ഇടപെട്ട് മുന്നോട്ട് വരുന്ന ജനകീയ MLA തന്നെയാണ്. അദ്ദേഹം തുടങ്ങി വെച്ച വിവിധങ്ങളായ വികസന പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ അജണ്ട തന്നെയാണ്. അതോടൊപ്പം പുതിയ വികസന പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. ജനകീയതയുടെ കാര്യത്തിൽ ഞാൻ 100% ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ള വലിയ കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം ഞാൻ ഒരു സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ആരംഭിച്ചത്. 2 ടൈം സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഏറ്റവും മികച്ച സഹകരണ ബാങ്ക് പ്രസിഡന്റുള്ള അവാർഡ് ഉൾപ്പെടെ എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകാൻ കഴിഞ്ഞ ഒരാൾ കൂടിയാണ്. ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 40,000 വോട്ട് പോൾ ചെയ്തപ്പോൾ 10,500 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ ഒരാളാണ് ഞാൻ. ആ ഒരു ജനകീയത തന്നെയാണ് നിയമസഭയിലേക്ക് വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. ഞാൻ ജനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. വൻ ഭൂരിപക്ഷത്തിലാണ് പെരുമ്പാവൂർ. അതെ, വലിയ ഭൂരിപക്ഷത്തിലാണ്. ആദ്യമായിട്ടാണ് പെരുമ്പാവൂർ ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയമായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ചേക്കേറാൻ കഴിയുന്ന, ആളുടെ മനസ്സിൽ ഹൃദയപ്രതിഷ്ഠ നേടാൻ കഴിയുന്ന ഒരു ജനകീയ MLA ആയി തന്നെ മാറാൻ കഴിയുമെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഞാൻ അത്തരം പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 2 മാസക്കാലം കഴിഞ്ഞ സ്വയം ഒരു പരിശോധന നടത്തിയാൽ 100% ആ നിലയിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പെരുമ്പാവൂരിൽ താങ്കൾ ഈ ഒരു നിയമസഭാ സാമാജികനായി ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പെരുമ്പാവൂരുകാർക്ക് നിരന്തര അടിസ്ഥാന സൗകര്യ വികസനം ധാരാളം വേണ്ട ഒരു നാടാണ്. വളരെ സാധാരണക്കാരായ ജനങ്ങൾ, കർഷകർ, എന്താണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റുമായി ഉദ്ദേശിക്കുന്നത്? പെരുമ്പാവൂരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വികസന രംഗത്ത് ഒരുപാട് ആവശ്യങ്ങൾ ഇനിയുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നുവെങ്കിൽ പോലും ഇപ്പോൾ പെരുമ്പാവൂർ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഫേസ് ചെയ്യുന്നത് ഗതാഗത കുരുക്കാണ്. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഇപ്പോൾ പഴയ MLA-യുടെ നേതൃത്വത്തിൽ ഒരു ബൈപ്പാസിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ആ ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അതോടൊപ്പം തന്നെ ടൗണിലൊരു ഫ്ലൈ ഓവർ ആരംഭിക്കാൻ വേണ്ടി, കാരണം MC റോഡ് കുറുകെ
7ഓളം റോഡുകൾ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് പെരുമ്പാവൂരിലൂടെ. ആ 7 റോഡുകളിൽ പാസ് ചെയ്യുമ്പോൾ തന്നെ പെരുമ്പാവൂർ നിശ്ചലമായി മാറുകയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ എൻ്റെ ആദ്യത്തെ സബ്മിഷൻ തന്നെ പെരുമ്പാവൂരിൽ ഫ്ലൈ ഓവർ വേണം എന്നുള്ളതായിരുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു, സമിതിയെ വെക്കാൻ തീരുമാനിച്ചു. ഞങ്ങളതിന് പിന്നാലെ പോവുകയാണ്. അടുത്ത ബഡ്ജറ്റിലെങ്കിലും ഈ ഫ്ലൈ ഓവറിനുള്ള ഫണ്ട് അനുവദിപ്പിച്ച് ഈ ടൈമിൽ തന്നെ ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോകുന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ KSRTC സമുച്ചയം, കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു KSRTC കെട്ടിടമാണ് ഇവിടെ ഉള്ളത്. അതിനെക്കുറിച്ചൊന്നും റിനോവേറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ ESIക്ക് ഒരു ആശുപത്രി വേണം. ഇവിടെ ഒരു ക്ലിനിക്കാണുള്ളത്. 80,000 തൊഴിലാളികളുള്ള ഒരു ക്ലിനിക്കാണ്. അത് നമ്മൾ ആശുപത്രിയാക്കാൻ വേണ്ടി പോവുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് പെരുമ്പാവൂർ. അപ്പോൾ ഇവിടെ ഒരുപാട് ആവശ്യങ്ങൾ ഇവിടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ടുണ്ട്. റോഡുകളുടെ വികസനമുണ്ട്, കുടിവെള്ളക്ഷാമമുണ്ട്, അതുപോലെ വോൾട്ടേജ് ക്ഷാമമുണ്ട്, മറ്റ് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം വളരെ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോവുകയാണ്. ഞാൻ വിഷൻ കോൺക്ലേവ് എന്ന പേരിൽ വിഷൻ പെരുമ്പാവൂർ കോൺക്ലേവ് സംഘടിപ്പിച്ച് പെരുമ്പാവൂരിലുള്ള എല്ലാ സംഘടനാ നേതാക്കന്മാരെയും വിളിച്ചു കൂട്ടി പെരുമ്പാവൂരിൽ എന്തെല്ലാം വേണം എന്ന് കൃത്യമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നടത്തി അതൊരു മാസ്റ്റർ പ്ലാൻ ആക്കി മാറ്റി ഒരു വികസന രേഖ ഉണ്ടാക്കി അതിൻ്റെ മുൻഗണനകൾ തീരുമാനിച്ച് പെരുമ്പാവൂരിനെ ഒരു 50 വർഷം കഴിയുമ്പോൾ പെരുമ്പാവൂർ എങ്ങനെയാകണമെന്ന് ഇപ്പോഴേ സ്വപ്നം കണ്ട് ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. ആ രൂപത്തിൽ നടപ്പിലായാൽ പെരുമ്പാവൂരിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് അല്ലേ? ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം കൈവരിച്ചാലാണ് ജനങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ. MLA എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവരും ആശ്രയിക്കുന്നത് എറണാകുളത്തെയാണ്. തൊട്ടടുത്ത് തന്നെ ജില്ല ഇതാണെങ്കിലും എന്താവശ്യം എന്താണ് ആരോഗ്യരംഗത്ത് ഇവിടെ നല്ല ഹോസ്പിറ്റലുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരേണ്ട ആവശ്യം വരില്ല. എങ്ങനെയാണ് ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആരോഗ്യരംഗത്ത് ഇപ്പോൾ പെരുമ്പാവൂരിൽ നമുക്ക് താലൂക്ക് ആശുപത്രിയാണ് ഉള്ളത്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി നല്ല ആശുപത്രിയാണ്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും ഡോക്ടർമാരുടെ കുറവ് ഉണ്ട്, നമുക്ക് മറ്റ് സ്റ്റാഫിൻ്റെ കുറവുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ കുറവുണ്ട്. പ്രതിദിനം ആയിരക്കണക്കിന് ആളുകൾ വരുന്നത്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടി ഉള്ളപ്പോൾ പെരുമ്പാവൂർ ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു 3.5 ലക്ഷമാണ്. എല്ലായിടത്തും ഒരു 2 ലക്ഷം താഴെയാണെങ്കിൽ 1.5 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടി കണക്കാക്കിയാൽ ഒരു 3.5 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നിയോജനമാണ് പെരുമ്പാവൂർ. അപ്പോൾ അതിൻ്റെ ആനുപാതികമായിട്ടുള്ള വർധനവ് എല്ലാ രംഗത്തും ഉണ്ട്. ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ബസ് സ്റ്റോപ്പിലാണെങ്കിലും നമുക്ക് പൊതുവായിട്ടുള്ള സ്ഥാപനങ്ങളിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരു ഇരട്ടിയിലധികം ആളുകളുടെ ഒരു വരവുണ്ട്. അപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ നമുക്ക് അത്തരം സൗകര്യങ്ങൾ ഒരുക്കി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ അതിൻ്റെ ഒരു തുടക്കമിട്ട് കഴിഞ്ഞു. അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അനുബന്ധമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായി ഡോക്ടർമാരുൾപ്പെടെ നിയമിച്ച് നമ്മുടെ നഗരസഭയുടെ കൂടി സഹായത്തോടു കൂടി ഈ ആശുപത്രിയെ ഒരു ജില്ലാ നിലവാരത്തിൽ ഉയർത്തി കുറെ കൂടി സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ ഒരു സാന്നിധ്യം ഉറപ്പാക്കി ഇവിടെ വരുന്ന രോഗികൾക്ക് ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുന്ന സംവിധാനത്തിൽ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിക്കോ റെഫർ ചെയ്യപ്പെടുന്നതിന് പകരം ഇവിടെ തന്നെ പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂരിലുള്ള ആളുകൾക്ക് പെരുമ്പാവൂരിൽ തന്നെ നല്ല ചികിത്സ കൊടുക്കാൻ കഴിയുന്ന സംവിധാനത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് നമുക്ക് വളരെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. പെരുമ്പാവൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടുത്തെ ഒരു മുഖമുദ്ര. അവരുടെ കാര്യത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇപ്പോൾ നമ്മുടെ സർക്കാർ ഓപ്പറേഷൻ തുഫാൻ പോലുള്ള കർമ്മ പദ്ധതികളുമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അവർക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ ഐഡന്റിറ്റി കാർഡ്, നമുക്ക് അറിയാം ജിഷ പോലുള്ള വധക്കേസ് ഏറ്റവും കൂടുതൽ പെരുമ്പാവൂർ അറിയപ്പെട്ടത് തന്നെ ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ടാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നമാണ്. അവരുടെ ഐഡന്റിറ്റി കാർഡ്, അവരുടെ സുരക്ഷ, അവരെവിടെ നിന്ന് വരുന്നു എല്ലാം കണ്ടുപിടിക്കാൻ ഒരു MLA എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരു സങ്കീർണമായൊരു പ്രശ്നമാണത്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ വലിയ തോതിൽ വരുന്നുണ്ട്. നമുക്ക് ഇനി അവരില്ലാതെ ഇവിടെ നിൽക്കാൻ കഴിയാത്ത, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം പെരുമ്പാവൂർ പ്ലൈവുഡ് വ്യവസായത്തിന് ഏറ്റവും വലിയ കേന്ദ്രമാണ്. എല്ലാ പ്ലൈവുഡ് കമ്പനികളിലും 100 കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവർ വരുന്ന ഇപ്പോൾ നമുക്ക് ട്രെയിനിലാണ് ഇവർ കൂടുതലായി വരുന്നത്. പല സ്റ്റേഷനിൽ ഇറങ്ങും, അങ്കമാലിയിൽ ഇറങ്ങും, ആലുവിൽ ഇറങ്ങും, എറണാകുളത്ത് ഇറങ്ങും. ഇവരെല്ലാം ഇങ്ങനെ പല സ്ഥലത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് ഇവരെ ഒരുമിച്ച് കളക്ട് ചെയ്ത് ഒരു കൃത്യമായ ഒരു സ്ക്രീനിങ് സംവിധാനത്തിലൂടെ കടത്തിവിടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ വന്ന് താമസിക്കുന്നത് ഓരോ ഉൾപ്രദേശങ്ങളിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ഇവരുടെ ഒരു എണ്ണമോ ഇവരുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനോ ഒന്നും നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ ശ്രമമൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ ഇപ്പോഴും പൂർണ്ണമായും അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. പക്ഷേ
നമുക്ക് അവരെ കൃത്യമായി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടേണ്ടതുണ്ട്. എത്ര പേർ വന്നു, എത്ര പേർ എവിടെയൊക്കെ താമസിക്കുന്നു, ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, അവരുടെ ഒരു പശ്ചാത്തലം എന്താണ്, അവർ എവിടേക്കാണ് ജോലി ചെയ്യുന്നത്. അവർ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് വ്യാപകമാണ്. ഇതിൽ ഉപയോഗിക്കുന്നത് ഇവര് പല മറവിലും ഇവരത് ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഒരു എണ്ണവും ഇവരുടെ ഒരു കൃത്യമായുള്ള ഐഡന്റിറ്റി ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ഇവർക്കൊരു കാർഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുന്നതിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകളെ നമുക്കൊരു കൃത്യമായ സിസ്റ്റത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഒരു കുടിസ് മുറിയിൽ 10-15 പേരാണ് താമസിക്കുന്നത്. അവിടുത്തെ ടോയ്ലറ്റ് സംവിധാനം, അവിടുത്തെ സെപ്റ്റി ടാങ്ക് സംവിധാനം ഒക്കെ പ്രശ്നമാണ്. അതെല്ലാം നമുക്ക് പരിസര മലിനീകരണവും വലിയ തോതിലൊക്കെ ശുദ്ധജലത്തെ ബാധിക്കുന്ന പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അത് ഈ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളെയും ഇവിടെ അവർ ജോലി കൊടുക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി അവരെല്ലാം ഒന്ന് കൂട്ടിയിണക്കി ഈ രൂപത്തിൽ നമുക്ക് എങ്ങനെ ക്രമീകരിക്കാൻ കഴിയുന്നുള്ള ഒരു ചർച്ച നമ്മൾ ചെയ്യുകയാണ്. നമുക്ക് പെരുമ്പാവൂരിൽ ഇപ്പോൾ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വരവ് കൂടിയോടുകൂടി വലിയ തോതിൽ ഇപ്പൊ ലഹരിയുടെ വ്യാപകമായിട്ടുള്ള ഒരു വ്യാപനം പെരുമ്പാവൂരുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. വ്യാപിക്കുന്നുണ്ട്. അതെ അതെ, സ്വാഭാവികമായി പെരുമ്പാവൂർ ഒരു കേന്ദ്രമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാൻ ഏറ്റവും കൂടുതൽ അതിന്റെ റെയ്ഡ് നടക്കുന്നു, അറസ്റ്റ് നടക്കുന്നു പെരുമ്പാവൂരിലാണ്. ഞങ്ങളത് കൃത്യമായ ജാഗ്രതയോടുകൂടി പെരുമ്പാവൂരിനെ ക്ലീൻ പെരുമ്പാവൂരാക്കാൻ വേണ്ട ശ്രമത്തിലാണ്. നമ്മളതിനൊരു പോലീസും എക്സൈസും ഞാൻ തന്നെ ഈ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയൊക്കെ അധ്യക്ഷന്മാരെല്ലാം വിളിച്ചുകൂട്ടി ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി ഞങ്ങൾ തന്നെ വാർഡുകൾ തലത്തിൽ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കി ഇതിന് സഹായം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇതും പരിപൂർണമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രയോറിറ്റി അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ സാമൂഹ്യമായിട്ടുള്ള ഒരു വികസനം കൂടി നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത്. ഒരു ഭാഗത്ത് നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്തുമ്പോൾ നാട് നശിച്ചു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട്. നമുക്കത് നാടിന് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ്. അതിന് പല മാർഗ്ഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമുക്കൊരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഏതെങ്കിലും റോഡുകളോ പാലങ്ങളോ കെട്ടിടങ്ങളോ മാത്രമല്ല. നാട്ടിലെ മുഴുവൻ ആളുകളും സന്തോഷത്തോട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് നാടിൻ്റെ ഒരു വികസനം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കലാ കായിക സാംസ്കാരിക സാമൂഹികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ സാധ്യമാക്കുന്ന ഒരുപാട് പദ്ധതികൾ നമ്മൾ സ്വന്തമായി ഇപ്പം MLA എന്നുള്ള നിലയിലും അല്ലാതെയും ഒക്കെ നമ്മൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഇപ്പം നമ്മൾ ഞാറ്റുവേല ഫെസ്റ്റ് നടത്തി, ഇവിടെ 2 ദിവസത്തെ ഞാറ്റുവേല ഫെസ്റ്റ് നടത്തി, നമ്മൾ വിഷൻ കോൺക്ലേവ് നടത്തി, അങ്ങനെ നിരന്തരമായിട്ടുള്ള പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ തലത്തിൽ എല്ലാവരും ഇത് കൂട്ടിയിണക്കി സാമൂഹികമായ ഒരു എന്താ പറയുക ഒരു മുന്നേറ്റമുള്ള നാടായി പെരുമ്പാവൂരിനെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ശുചീകരണത്തിലും മറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവര് മനുഷ്യരാണ്, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. ഭാഷ വ്യത്യാസം എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ കെട്ടിടങ്ങൾ അവരെങ്ങനെയാണ് താമസിക്കുന്നതെന്നും ഒരുവിധം എനിക്ക് തോന്നുന്നു ഒരുവിധം അവർക്ക് കാര്യമായ ഒരു മാറ്റം വന്നാൽ തന്നെ അവരുടെ മനസ്സിൽ മാറ്റം വന്നാൽ മാറാൻ സാധിക്കും. മാത്രമല്ല ഇവരുടെ ഭക്ഷ്യരീതികൾ എങ്ങനെയാണ് ഇവരുടെ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു മിന്നൽ പരിശോധന മറ്റും നടത്തി പല പല ഭക്ഷ്യപദാർത്ഥങ്ങൾ അതെങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്? അത് ഇപ്പൊ കുറെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, ഒരു മുറിയിൽ തന്നെ 10-15 പേരാണ്. ഒരു ചെറിയ വീട്ടിൽ ഒരു 4 പേർ താമസിക്കാൻ സൗകര്യമുള്ള ഒരു വീട്ടിൽ തന്നെ 40 പേരൊക്കെ താമസിക്കുന്ന അത്രയും സങ്കീർണമായൊരു ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അമിതമായി വാടക ഈടാക്കുന്നു, അമിതമായി ആളുകളെ താമസിപ്പിക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പറഞ്ഞ പോലെ ശുചീകരണം പ്രശ്നമാണ്. ഇവരുടെ ഈ ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അതിൻ്റെ വേസ്റ്റ് സംസ്കരണമൊക്കെ വലിയ പ്രയാസമാണ്.
ഒരു പകർച്ചവ്യാധി എവിടെയെങ്കിലും ഒന്ന് പിടിപെട്ടാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെ വ്യാപകമായി ആയിരങ്ങളിലേക്ക് പകരുന്ന സാഹചര്യം പെരുമ്പാവൂരിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്കിത് പുറത്ത് പെരുമ്പാവൂരത്തെ ജനപ്രതി എന്നുള്ളതിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ പേടി വന്നതാണ്. കാരണം നമ്മുടെ നാടിനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരികയാണ്. പക്ഷെ നമ്മളത് നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ്. കുറെ കൂടി നിയമപരമായി ഇവിടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരാണ് എൻ്റെ ഒരു കേന്ദ്രം. പക്ഷെ നമുക്ക് ഇവരെ മാറ്റി നിർത്താനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി കുറെ കൂടി നന്നായി ഇവരുടെ ജീവിത രീതിയിൽ മാറ്റമുണ്ടാക്കി ആ രൂപത്തിൽ നമ്മളെല്ലാം ജീവിക്കുന്നത് പോലെ തന്നെ ഇവരെയും സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് ആ രൂപത്തിൽ നമ്മൾ പെരുമ്പാവൂരിനെ ഒന്ന് ചുറ്റപ്പെടുത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രങ്ങൾ, ധാരാളം തൊഴിൽ സാധ്യതകൾ യുവാക്കൾക്ക് ഒരുക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മുടെ സർക്കാരുടെ ഒരു സ്വപ്നമാണ് യുവാക്കളെ പുറത്തേക്ക് പുറം നാടുകളിലേക്ക് വിടരുത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ യുവാക്കൾക്ക് തൊഴിൽ നൽകിയാൽ എങ്ങനെയായിരിക്കും അത് അവർക്ക് പ്രയോജനപ്പെടുക? ഇപ്പം ഇവിടെ നമുക്ക് ഈ പ്ലൈവുഡ് കമ്പനികളും അതുപോലെ തന്നെ അരി വ്യവസായമൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ് പെരുമ്പാവൂർ. നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിൽ കിട്ടാൻ കഴിയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള ഇപ്പോൾ അതിനാണ് ഗവൺമെൻറ് തന്നെ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ ഈ പ്ലൈവുഡ് മേഖലയും അതുപോലെ തന്നെ സ്റ്റീൽ ഫർണിച്ചറും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫർണിച്ചറും എല്ലാം ഉൾപ്പെടുന്ന സംവിധാനങ്ങളെ കോർത്തിണക്കി ഇവിടെ തന്നെ നമുക്കൊരു അതിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ വിപണനവും പ്രദർശനവും കയറ്റുമതിയും ഒക്കെ ഒറ്റ സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ആലോചിക്കുകയാണ്. അതെ, ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യത കിട്ടും. പിന്നെ ട്രാവൻകൂർ റയോൺസ് ഒരു 100 ഏക്കറിലധികം സ്ഥലമുള്ള സ്ഥലമാണ്. പണ്ടതൊരു വലിയ കമ്പനിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു 34 ഏക്കർ കിൻഫ്രയ്ക്ക് കൊടുത്തു. ഇപ്പോൾ അവിടെ ഒരു കെയ്ൻസ് എന്ന് പറയുന്ന കമ്പനി അവിടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ അവിടെ ആരംഭിക്കാൻ വേണ്ടി ശ്രമത്തിലാണ്. അങ്ങനെ വരുമ്പോൾ കുറേ പേർ കൂടി അവിടെ ജോലി കിട്ടും. പിന്നെ നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ സ്വയം സംരംഭകരാകാൻ വേണ്ടിയുള്ള ശ്രമം. അപ്പം ഞാൻ MLA എന്നുള്ള നിലയിൽ ഒരു യുവ സംരംഭക മീറ്റ് നമ്മൾ ആലോചിക്കുകയാണ്. വ്യവസായ വകുപ്പും വിവിധ ബാങ്കുകളും ഇതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ചേർത്തിണക്കി ഇതിനോട് താല്പര്യമുള്ള വ്യവസായ രംഗത്തേക്ക് വരാൻ താല്പര്യം, ബിസിനസ് രംഗത്തേക്ക്, അത് ചെറുകിട വ്യവസായം ഉൾപ്പെടെയുള്ള രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളെ വെച്ച് ഒരു യുവ സംരംഭക മീറ്റ് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അവർക്ക് പരമാവധി സഹായം ഏകജാലകം പോലെ തന്നെ MLAയുടെ ഓഫീസിൽ നിന്ന് എല്ലാ തരത്തിലും സഹായം ലഭ്യമാക്കി. അവിടെ തടസ്സമുണ്ടോ നമ്മൾ തന്നെ വിളിച്ചു പറഞ്ഞ് പരിഹരിച്ച് അങ്ങനെ ഒരാൾ ഒരു 10 പേർക്ക് ജോലി കൊടുത്താൽ 100 ആൾക്ക് 1000 പേർക്ക് ജോലി കൊടുക്കാൻ കഴിയും. ആ നിലയിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ നാട്ടിൽ തന്നെ നിന്ന് ഈ നാട്ടിലുള്ള മറ്റു ആൾക്ക് ജോലി കൊടുത്ത് അവരും നാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു സംവിധാനം നമ്മൾ ആലോചിക്കുകയാണ്. അതൊരു മോഡലാക്കി കേരളത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു മോഡലാക്കി പെരുമ്പാവൂർ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ ഗ്രാമീണത നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. ധാരാളം കാവുകളുണ്ട്, ഇരിങ്ങോൾ കാവ്, ഇതൊക്കെ പൈതൃകമായി ധാരാളം ഉന്നതിയിലുള്ള ഒരു സ്ഥലമാണ്. പൈതൃകം കൂടെ കൂട്ടിയിണക്കി ടൂറിസവുമായി ബന്ധപ്പെടുത്തി എന്താണ് സാധ്യതകൾ? ധാരാളം സാധ്യതകളില്ലേ? വലിയ സാധ്യതയാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പിൽഗ്രിം ടൂറിസം പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ ഇരിങ്ങോൾ കാവ് ഒരു നഗര ഹൃദയത്തിനകത്ത് ഒരു 50 ഏക്കറിൽ വിസ്തൃതമായി കിടക്കുന്ന ഒരു വനം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. നഗരത്തിനുള്ളിൽ ഒരു വനമാണ്. നഗരത്തിനുള്ളിൽ ഒരു 50 ഏക്കർ അധികം വ്യാപിച്ചു കിടക്കുന്ന ഒരു വനം എന്ന് പറയുന്നത് അത് തന്നെ കാണാൻ എത്തും. എത്ര മനോഹരമാണെന്നറിയോ? വലിയ മനോഹരമായ ഒരു മരം പോലും അവിടെ ഒരു മരത്തിന് ചില്ല പോലും വെട്ടാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നഗരഹൃദയത്തിലാണ്. അപ്പോൾ ഇരിങ്ങോൾ കാവ്, കല്ലിൽ ഗുഹാക്ഷേത്രം, കേരളത്തിലെ കല്ലിൽ ഒരു വലിയ ഒറ്റ കല്ലിൽ തീർത്ത ഒരു ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ കല്ലിലാണ്, അശ്വനൂർ പഞ്ചായത്തിലാണ്. അതുപോലെ തന്നെ നമുക്ക് ചേലാമറ്റം, ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ക്ഷേത്രം വലിയ ആയിരക്കണക്കിന് ആളുകൾ പിതൃതർപ്പണം നടന്നു വരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് മലയാറ്റൂർ കുരിശുമുടിയുടെ സാന്നിധ്യം തൊട്ടടുത്താണ്, ഒരു പാലത്തിന് അപ്പുറമാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കോർത്തിണക്കി ഇപ്പോൾ ചേലാമറ്റവും മലയാറ്റൂരും അതുപോലെ കല്ലിൽ ഗുഹാക്ഷേത്രവും ഇരിങ്ങോൾക്കാവും എല്ലാം ചേർത്ത് ഒരു പിൽഗ്രിം ടൂറിസം നമുക്ക് നല്ല സാധ്യതയാണ്. ഒരു 2 ദിവസക്കാലം ഈ സ്ഥലങ്ങൾ മാത്രം സന്ദർശിക്കാൻ സമയമെടുത്താൽ വരുന്ന ആളുകൾക്ക് ഒരു ടൂറിസവുമായി കണക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ആത്മീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണെങ്കിലും അതൊരു യാത്രാനുഭവം, ഒരു നയനമനോഹരമായ ആസ്വാദനകരമായിട്ടുള്ള ഒരു അനുഭവം കൂടി സമ്മാനിക്കുന്ന സ്ഥലം കൂടിയാണ് മലയാറ്റൂരാണെങ്കിലും ഇരിങ്ങോൾക്കാവാണെങ്കിലും ഒക്കെ. അപ്പോൾ ആ രൂപത്തിൽ നമ്മളൊരു പിൽഗ്രിം ടൂറിസം കൂടി നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടൂറിസം രംഗത്ത് വലിയ സാധ്യത പെരുമ്പാവൂരിനുണ്ട്. കാരണം പാണിയേലിപ്പോര് ആയിരങ്ങൾ വരുന്ന സ്ഥലമാണ്. പാണിയേലിപ്പോര് 3 പുഴകൾ ഒരുമിച്ച് ചേർന്ന് കൂട്ടിയിടിക്കുന്ന അല്ലെങ്കിൽ ചേരുന്നൊരു പോരടിക്കുന്ന ഒരു സ്ഥലം എന്നാണ് അതിൻ്റെ ഒരു പിന്നിലുള്ള കഥ. ഒരു പാണിയേലിപ്പോര്. അതുപോലെ പാണൻകുഴിയിൽ നല്ല വലിയ മനോഹരമായിട്ടുള്ള പുഴയുടെ പെരിയാറിൻ്റെ സാന്നിധ്യം കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയുന്ന സംവിധാനമുണ്ട്. അതുപോലെ അവിടെ നെടുമ്പാറ ചിറ എന്ന് പറയുന്ന ഒരു വലിയ ജലസംഭരണിയുമായി ബന്ധപ്പെട്ടൊരു സംവിധാനമുണ്ട്. അതുപോലെ അഭയാരണ്യം കപ്രിക്കാട്,
7 ആനകളെ പരിശീലിപ്പിക്കുന്ന ആനകളുള്ള, അതുപോലെ മറ്റു മൃഗങ്ങളൊക്കെ ഉള്ള ഒരു നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം സെൻ്ററാണ്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ടൂറിസം സാധ്യതയുള്ള പ്രദേശങ്ങളെല്ലാം കോർത്തിണക്കി പെരുമ്പാവൂരിന് ഒരു ടൂറിസം രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. കലകൾക്ക് ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട്. ധാരാളം കലാകാരന്മാർ, ജയറാം, ആശാ ശരത്തൊക്കെ ഉള്ള സ്ഥലമാണ്. ധാരാളം കലാകാരന്മാരാണ്. കലകൾക്കൊരു സ്ഥിരം സംവിധാനം എന്നുള്ള രീതിയിൽ ആർട്ട് സെന്ററുകളോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ നമ്മൾ വരാൻ പോകുന്നുള്ളൂ. നമ്മളതിനെക്കുറിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ജില്ലാ ഡാൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ച ഒരാൾ കൂടിയാണ്. പെരുമ്പാവൂരിൽ കലാകാരന്മാരുടെ ഒരു വലിയ പടയുണ്ട്. ജയറാം തുടങ്ങി, ആശാ ശരത് തുടങ്ങി, അങ്ങനെ ഒരുപാട് പേർ, ഒരുപാട് കലാകാരന്മാർ, രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇവരുടെ എല്ലാം സേവനം പ്രയോജനപ്പെടുത്തി, ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക, ഇവരുടെയൊക്കെ ഒരു അനുഭവ സമ്പത്ത് കൂടി പ്രയോജനപ്പെടുത്തി പെരുമ്പാവൂർ സ്ഥിരമായി നമ്മൾ വലിയ തോതിലുള്ളൊരു സാംസ്കാരിക പ്രവർത്തനങ്ങൾ സജ്ജമാക്കാനുള്ള ശ്രമമാണ്. പെരുമ്പാവൂർ ഇപ്പോൾ തന്നെ ഒരു എല്ലാ വർഷവും നാടകോത്സവം നടക്കുന്നത്. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു നാടകോത്സവത്തിൻ്റെ സംഘാടക സമിതിക്ക് പോവുകയാണ്. എല്ലാ വർഷവും കലകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വലിയ ഓഡിയൻസ് ഉള്ള, സ്ഥിരമായി ഏതൊരു കലാപ്രവർത്തനത്തിനും ഓഡിയൻസിന് കൃത്യമായി കിട്ടുന്ന സ്ഥലമാണ് പെരുമ്പാവൂർ. അപ്പോൾ പെരുമ്പാവൂർ വേറൊരു മുഖം കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായ തലത്തിൽ MLA എന്നുള്ളത്, ഇപ്പം ഞാൻ MLA എന്നുള്ളതൊരു അധികാര സ്ഥാനമായിട്ടൊന്നും കാണുന്നില്ല. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം നമ്മൾ കായിക രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഒരു കേന്ദ്രമായി പെരുമ്പാവൂരിന് മാറ്റും. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം പെരുമ്പാവൂരിൽ നമ്മൾ ഉണ്ടാക്കും ഈ മേഖലയിൽ. ഇപ്പോൾ ഈ മേഖലകൾ ഇപ്പോൾ പെരുമ്പാവൂർ അടക്കമുള്ള കിഴക്കമ്പലം, ഞങ്ങൾ അത് കഴിഞ്ഞു വന്ന് പെരുമ്പാവൂർ അടുത്തടുത്താണെങ്കിലും ഊരുകൾ, നമ്മൾ അതിനെ ഉന്നതി എന്നാ പറയുക, ഉന്നതികൾ ധാരാളമുള്ള അവയൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ധാരാളം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, അവരുടെ ട്രഡീഷണൽ കലകൾ, ഇതെല്ലാം ഉയർത്തിക്കൊണ്ടു ഊരുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് എന്താണ് പാവങ്ങൾക്ക് നമുക്ക് ഒരുപാട് ഉന്നതികൾ ഇവിടെ ഉണ്ട്. ഒരുപാട് പട്ടികജാതി ഉന്നതികൾ നമുക്കുണ്ട്. നമ്മൾ അവിടെയൊക്കെ നമുക്ക് കോർപ്പസ് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടും MLA ഫണ്ട്, MP ഫണ്ടെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോളനികളുടെ സമഗ്രമായ വികസനം നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു 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 കോളനി എന്ന് പറയാൻ കഴിയില്ല, ഉന്നതികളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പലപ്പോഴും നമുക്കറിയാം അവിടുത്തെ ഒരു വീടുകളുടെ തമ്മിലുള്ള അതിർത്തികളെ സംബന്ധിച്ചൊക്കെ ഒരു കൺഫ്യൂഷനും, അല്ലെങ്കിൽ റോഡുകളൊക്കെ സംബന്ധിച്ചൊരു, നമ്മളതെല്ലാം ഒന്ന് താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ നന്നാക്കിയെടുത്ത് ഒരു അഭിമാനത്തോടു കൂടി അവിടെ താമസിക്കാൻ കഴിയുന്ന സംവിധാനം, സൗകര്യങ്ങൾ ഒരുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമുക്കൊരു ആദിവാസി ഉന്നതി ഉണ്ട്, നമുക്കൊരു ട്രൈബൽ സങ്കേതം നമുക്ക് ഉണ്ട്. പൊങ്ങൻചൂട് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ഇടമലയാർ ഡാം കഴിഞ്ഞ് വൈശാലി ഗുഹ കൂടി കടന്നു പോകുന്ന കോതമംഗലം നിയമത്തിലൂടെ പോകേണ്ട സ്ഥലമാണ്. പക്ഷെ അവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവർക്കുള്ള എല്ലാ സൗകര്യം ഒരുക്കാൻ MLAയും മറ്റ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും വഴി നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ഒരു അക്ഷര ഉന്നതി എന്ന പേരിൽ വായനശാലയ്ക്ക് വേണ്ടി ഒരു സ്കീം നടപ്പിലാക്കി നമ്മളവിടെ പോയിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞാൻ അനുവദിച്ച ഒരു കുടിവെള്ള പദ്ധതി, അത് MLA അനീഷ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. നമ്മളത്തരം ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന് മുഖ്യധാരയിൽ കൊണ്ടുവരാനുള്ള പ്രത്യേകമായിട്ടുള്ള സവിശേഷമായ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു വരികയാണ്. ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ കാർഷിക വൃത്തി ഉണ്ടെങ്കിലാണ് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം. പലർക്കും കാർഷിക വൃത്തി ചെയ്യാൻ ആഗ്രഹം ഉള്ളവരുണ്ട്, പക്ഷേ അതിനുള്ള സൗകര്യമില്ല, അതിനുള്ള ഫെസിലിറ്റികൾ കൊടുക്കുന്നില്ല. കർഷകർക്ക് എത്രമാത്രം, പ്രത്യേകിച്ച് കർഷകർ ഏറ്റവും കൂടുതലുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ. എങ്ങനെയാണ് കർഷകർക്ക് ഉദ്ദേശിക്കുന്നത്? യുവാക്കൾക്ക് ഇപ്പോൾ കർഷകർ നല്ല ജൈവവളം ഉള്ള ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സംവിധാനങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരുക്കി കൊടുത്ത ഒരുപക്ഷെ യുവാക്കളും കർഷക വൃത്തിയിലേക്ക് പോവും എന്നുള്ളൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. ചെറുപ്പക്കാർ കാർഷിക രംഗത്തേക്ക് വരണം. കാരണം നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് കാർഷിക വൃത്തി തന്നെയാണ്. നമുക്ക് നെല്ലില്ലെങ്കിൽ അല്ലെങ്കിൽ അരിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതൊക്കെ പഴയ ആളുകൾ ഇപ്പോഴും നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തുള്ള ആളുകൾ മാത്രം ഇത് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കാർഷിക വൃത്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടെ എല്ലാവരുടെയും പ്രയോറിറ്റി കാർഷിക മേഖല തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാർഷിക മേഖലയിൽ ചെറുപ്പക്കാരെ പങ്കാളികളാക്കാൻ കഴിയുന്ന, പുതിയ തലമുറയിലെ കുട്ടികളെ പങ്കാളികളാക്കാൻ കഴിയുന്ന സംവിധാനം കൂടി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ നിയോളത്തിൽ തന്നെയാണ് ഒക്കൽ ഫാം, സ്റ്റേറ്റ് സീഡ് ഫാം, മനോഹരമായിട്ടുള്ള 33 ഏക്കറുള്ള വലിയ ഫാമാണ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായ സമയത്താണ് അവിടെ ഫാം ഫെസ്റ്റ് സംഘടിപ്പിച്ച് 3 വട്ടം ഫാം ഫെസ്റ്റ് സംഘടിപ്പിച്ച് പുതിയ കുട്ടികളെ, ഈ നമ്മുടെ സ്കൂൾ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് ഫാം കാണിക്കുകയും ചെളിയിൽ ഇറങ്ങാനും ചെളിയിൽ പന്ത് കളിക്കാനൊക്കെ അവസരം ഉണ്ടാക്കി. കുട്ടികളൊന്ന് പാടത്തിറങ്ങട്ടെ, ഈ കൊയ്ത്ത് എന്താണ്, നെല്ലെന്താണ്, കറ്റ എന്താണ്, ഞാറെന്താണെന്നൊക്കെ കുട്ടികൾ അറിയട്ടെ.
അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്. ഞാൻ എല്ലാ സ്കൂളിലെയും കുട്ടികളെ ഈ ഫാം സന്ദർശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു പദ്ധതിയൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. ആ നിലയിൽ കുട്ടികൾക്ക് കാർഷിക വൃത്തിയിലേക്ക് ചെറുപ്പത്തിലെ തന്നെ ഒരു മനസ്സുണ്ടാകാൻ കഴിയുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളും നമ്മൾ ആലോചിച്ച് അവർ വലുതാകുമ്പോൾ ഈ കാർഷിക മേഖല തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു സമയം ഒരു 10% പേരെങ്കിലും കാർഷിക മേഖലയ്ക്ക് തിരിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ ആ നിലയിൽ നമ്മൾ കാർഷിക മേഖലയ്ക്ക് പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണന നൽകാൻ വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് ഇപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അത് ഓർത്തത്. കാരണം വിദ്യാഭ്യാസമാണ് ഇന്നത്തെ പൗരന്മാരാണ് നാളത്തെ ചെറുപ്പക്കാരാണ് വരാനുള്ളത്. അവരാണ് നാടിന്റെ സംരക്ഷകര്. എങ്ങനെയാണ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം ഈ പ്രാഥമിക നമ്മുടെ സ്കൂളുകളിലെല്ലാം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്, ഹൈടെക് സെന്ററുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഹൈടെക് സെന്ററുകളാക്കാനുള്ള ശ്രമമാണ്. ഞാൻ MLA ആയ ശേഷം ആദ്യം വിളിച്ചൊരു യോഗം സ്കൂൾ HMമാരുടെ യോഗമാണ്. എൻ്റെ ഒരു മനസ്സിൽ ചിന്തയുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, തുടങ്ങുന്ന അവിടെ നിന്നാണ്, നമ്മളെല്ലാം തുടങ്ങുന്ന സ്കൂളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കൂളുകൾ HMമാരെ വിളിച്ച് ഇവരുടെ ഒരു ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇത് ആ ഗ്യാപ്പ് പരിഹരിക്കാൻ ശ്രമത്തിലാണ്. ഒരുപാട് കെട്ടിടങ്ങളുടെ കുറവുണ്ട്, ടോയ്ലറ്റുകൾ കുറവുണ്ട്, സ്കൂളുകൾ മറ്റു അടിസ്ഥാന ബസ്സുകളുടെ പ്രശ്നമുണ്ടൊക്കെ ഉണ്ട്. നമ്മൾ ഓരോന്നോരോന്നും എടുത്ത് സ്കൂളുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ഘട്ടം ഘട്ടമായി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ മത്സര പരീക്ഷകളിലും പെരുമ്പാവൂരിൽ നിന്ന് കുറേ പേരെങ്കിലും ഒന്നാമത്തെ രണ്ടാമത്തെ റാങ്കിൽ വരാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ അതിന് വേണ്ടി എൻ്റെ ഒരു സ്വപ്നമാണ്, എത്രത്തോളം ഇപ്പോൾ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ല, പക്ഷേ ഒരു സിവിൽ സർവീസ് അക്കാഡമിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. സിവിൽ സർവീസ് അക്കാഡമി എന്ന് പറഞ്ഞാൽ ISR സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ അതിൻ്റെ പേര് ആ രൂപത്തിൽ പറയുന്നെങ്കിലും കേരളത്തിലും ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നടക്കുന്ന എല്ലാ മത്സര പരീക്ഷകളിലും നമ്മുടെ നാട്ടിലെ കുറേ കുട്ടികളെങ്കിലും ഉണ്ടാകണം. ആ മത്സര പരീക്ഷയിൽ വിജയിക്കണം, അവരതിലൂടെ കുറേ നല്ല കരിയറിൽ എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ അതിൻ്റെ ഒരു ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ നിയമസഭാ സാമാജികർ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കണം. കാരണം നമുക്ക് ഒരുപാട് പേര് സഹായിക്കാനുണ്ട്, നമ്മളെ സഹായിക്കാൻ ആളുകൾ തയ്യാറാണ്. നമ്മുടെ ഒരു ലക്ഷ്യം സതുദ്ദേശപരമാണെങ്കിൽ ആളുകൾ സഹായിക്കും. നമ്മൾ അത്തരത്തിലൊരു വലിയ അക്കാഡമി പോലെ ഫോം ചെയ്ത് എല്ലാ മത്സര പരീക്ഷകളിലും നമ്മുടെ കുട്ടികൾ എത്തിപ്പെടാൻ കഴിയുന്ന സംവിധാനം നമ്മൾ ആലോചിക്കും. സർക്കാരിനെ മാത്രം ആശ്രയിക്കാതെ നമുക്ക് ഇങ്ങനെ സഹായിക്കാനുള്ള ധാരാളം ആളുകൾ രംഗത്തുണ്ട്. ജനുവിനാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ട രീതിയിൽ പിന്നെ കുട്ടികൾക്ക് നല്ല ടാലന്റ് ഉള്ള കുട്ടികളാണ്. അവർക്ക് ഈ മത്സര പരീക്ഷകൾക്ക് പോകുമ്പോൾ ചിലപ്പോൾ സർക്കാർ സ്കൂളിൽ പഠിച്ച കുട്ടികൾ, സ്കൂളിൽ പഠിച്ച കുട്ടികൾ ചിലപ്പോൾ അത്രത്തോളം എത്താൻ കഴിയില്ല. അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായി പെർഫോം ചെയ്യും. അപ്പൊ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ മറ്റും എങ്ങനെയാണ് നല്ല സ്മാർട്ടായ കുട്ടികൾ പെരുമ്പാവൂരിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ കായിക രംഗത്ത് ഒരുപാട് പേരുണ്ട്. കായിക രംഗത്ത് ഏറ്റവും വലിയ കോച്ചാണ് TP ഔസഫ് സാറ്. കേരളത്തിൽ ഒരുപാട് കുട്ടികൾക്ക്, അദ്ദേഹം പെരുമ്പാവൂരുകാരനാണ്. അദ്ദേഹത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തി കായിക രംഗത്ത് നമ്മൾ പ്രത്യേകമായിട്ടുള്ള പരിശീലനമൊക്കെ ആരംഭിക്കുകയാണ്. സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് ചെറുപ്പത്തിൽ ഒരു 5 വയസ്സിന് മേലുള്ള കുട്ടികളെ തന്നെ ഫോക്കസ് ചെയ്താൽ അവരൊരു 10-15 വർഷം കഴിയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള കായിക താരങ്ങളായി മാറും. ഒരുപാട് പേര് വരും. അപ്പോൾ ആ നിലയിലൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ സമഗ്രമായിട്ടുള്ള മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 5 വർഷം കഴിയുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ പ്രതീക്ഷയും കേരളത്തിലെ ഏറ്റവും നല്ല നിയോജകമണ്ഡലം പെരുമ്പാവൂരാകുമെന്നാണ്. ഞാൻ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ളൊരു ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. എനിക്കൊരു എൻ്റെ മനസ്സിലൊരു ഭാവനയുണ്ട് അതിനെ സംബന്ധിച്ച്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്ത് ഞാൻ 2 വർഷക്കാലം അങ്ങനെ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിലേക്ക് പോവുകയാണ്. എല്ലാവരുടെ സഹായമുണ്ട്.
എല്ലാവരും കൂട്ടിയിണക്കി, രാഷ്ട്രീയമൊന്നുമില്ല അതിനകത്ത്, എല്ലാവരും കൂട്ടിയിണക്കി പെരുമ്പാവൂർ ഒരു മോഡലായിരിക്കും. ആ ഒരു മോഡലാക്കാനുള്ള ശ്രമം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ ഒരു സ്വപ്ന പദ്ധതി, എനിക്ക് ഇതാണ് എൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ളത്, അത് യാഥാർത്ഥ്യമാക്കുക എന്ന് പറയുവാണെങ്കിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? അല്ല, ഇപ്പോഴത്തെ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി പെരുമ്പാവൂർ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക എന്നുള്ളതാണ്. ഞാനൊരു ഫ്ലൈ ഓവറിൻ്റെ പിന്നാലെയാണ്. ബൈപ്പാസ് നടക്കുന്നുണ്ട്, ഫ്ലൈ ഓവറിന് പിന്നാലെ. എൻ്റെ ഒരു സ്വപ്ന പദ്ധതി പെരുമ്പാവൂരിൽ ഫ്ലൈ ഓവർ ഉണ്ടാകുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും ആവശ്യമാണ്, അതുകൊണ്ടാണ്. മറ്റ് ഒരുപാട് സ്വപ്ന പദ്ധതികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സിവിൽ സർവീസ് അക്കാഡമി പോലുള്ള ഒരുപാട് സ്വപ്ന പദ്ധതികളുണ്ട്. അതെല്ലാം എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു കോൺഫിഡൻസും ഇതെല്ലാം നടപ്പിലാക്കാൻ കഴിയും. അതിൻ്റെ ഒരു തുടക്കം ഇട്ടപ്പോൾ തന്നെ നമുക്ക് ബോധ്യമുണ്ട് അതിലേക്ക് എത്താൻ കഴിയുന്നതാണ്. നമ്മൾ അതിലേക്ക് പോകും, അതെല്ലാം യാഥാർത്ഥ്യമാക്കണം. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരുപാട് വാഗ്ദാനമുണ്ട്. ഇതെല്ലാം സമയബന്ധിതമായി 5 വർഷം കഴിഞ്ഞ് ഞാനൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തുടങ്ങി വെക്കാനോ പൂർത്തീകരിക്കാനോ കഴിയുമെന്നുള്ളൊരു ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഞാൻ അതിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ കൂട്ടുകാരെല്ലാവരും ഉണ്ട് നിയമസഭയിൽ. എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് നിയമസഭയിൽ ചെന്നപ്പോൾ? ശക്തമായ പ്രതിപക്ഷമുണ്ട്, പ്രതിപക്ഷ നേതാവ് അറിയാം. അപ്പോൾ വാദപ്രതിവാദങ്ങളിലൊക്കെ പങ്കെടുത്തപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഇല്ല, ആദ്യത്തെ സമ്മേളനത്തിൽ അത്ര വലിയ വാദപ്രതിവാദം ഉണ്ടായില്ല. ഇനിയല്ലേ വരാൻ പോകുന്നത്. ആദ്യത്തെ സമ്മേളനം കുറച്ച് ശാന്തമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പിന്നെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളല്ലോ, നമ്മൾ ഭരണകക്ഷിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ അറ്റാക്കിനെ മാക്സിമം പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമുക്കുള്ളത്. എന്നാലും നന്നായി പോകും. നിയമസഭയൊക്കെ വളരെ പോസിറ്റീവായി എല്ലാവരും തമ്മിൽ, ഞങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുള്ളവരുന്ന പോലെയൊക്കെ നല്ല ബന്ധമാണ്. പ്രതിപക്ഷത്തുള്ള ആളുകളൊക്കെ തമ്മിൽ ഞങ്ങൾ പന്ത് കളിക്കാനൊക്കെ ഒരുമിച്ച് പോയിരുന്നു. മറ്റേ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരായിട്ടുള്ള മത്സരത്തിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു നല്ല സൗഹൃദത്തിലാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിയമസഭ നല്ല ഗംഭീരമായിട്ട് പോകും. നമ്മളെല്ലാം ഗംഭീരമായി സാന്നിധ്യം അറിയിക്കും, നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്നുള്ള ഒരു KSU വഴിയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എല്ലാവരും ഈ രംഗത്തേക്ക് വരുന്നത്. ഈ ഒരു അനാവശ്യ ഗവൺമെന്റ് പ്രീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു അനാവശ്യ വിവാദമായത് ഒഴിവാക്കേണ്ടിയിരുന്നു. അത് സർക്കാരിന് ഇങ്ങനെയുള്ള ഒരു അലോസരങ്ങൾ അത് പ്രതിപക്ഷത്തിനൊരു ആയുധമല്ലേ? ഭരണപക്ഷത്തുള്ളവരുടെ ഈ തമ്മിലടിയൊന്നുമില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില ഇതിനെ വേറെ രൂപത്തിൽ ഇങ്ങനെ പ്രതികരിച്ച് പറയുന്നതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സത്യത്തിൽ ഈ തർക്കം പുറത്തു വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിനകത്ത് ഇപ്പം എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അകത്ത് പറഞ്ഞ് തീർക്കേണ്ടതായിരുന്നു ആ രൂപത്തിലേക്ക്. പക്ഷെ അങ്ങനെ ഗൗരവമായ ഒരു പ്രശ്നമായിട്ടൊന്നും അത് മാറിയിട്ടില്ല. അങ്ങനെ ഗൗരവമായ പ്രശ്നം തോന്നുന്നില്ല. കാരണം അത് സംസാരിച്ചുകൂടി തീർന്നല്ലോ. മുഖ്യമന്ത്രിയും KSU പ്രസിഡന്റും സംസാരിച്ചുകൂടി ആ പ്രശ്നം അവസാനിച്ചു. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഒരു സംവിധാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ അവിടെ ഉണ്ടെങ്കിൽ അതിൽ ചൂണ്ടിക്കാണിക്കുകയോ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടിയിരുന്നില്ല. അല്ലാതെ തന്നെ പരിഹരിക്കേണ്ട വിഷയങ്ങളായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എങ്ങനെയാണ് മുഖ്യമന്ത്രി വളരെ സ്ട്രോങ് ആണ്, എല്ലാ സപ്പോർട്ടും യുവാക്കളുടെ അടക്കം സപ്പോർട്ടുണ്ട് അദ്ദേഹത്തിന്. മുഖ്യമന്ത്രി എല്ലാം സ്റ്റഡീഡാണ്, എല്ലാം പഠിച്ചാണ്. പ്രതിപക്ഷം കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഖണ്ഡിക്കാനുള്ള വളരെ എല്ലാം അതിൻ്റെതായ രീതിയിലാണ് അദ്ദേഹം അതിനെ ഒപ്പോസ് ചെയ്യുന്നത്. ആ ഒരു സപ്പോർട്ട് എല്ലാ നേതാക്കളും നിങ്ങൾ നൽകുന്നുണ്ടോ സർ? പിന്നെ ഞാൻ മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ ആവേശമാണ്. കാരണം സാക്ഷാൽ പിണറായി വിജയൻ അപ്പുറത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ നഖശിഖാന്തം തകർത്തെറിയാൻ കഴിയുന്ന എല്ലാ എവിഡൻസ് ആയിട്ടാണ് വരുന്നത്. എല്ലാം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളായി വന്ന് അപ്പുറത്ത് എല്ലാ വാദങ്ങളെയും തകർക്കുമ്പോൾ ഞങ്ങളൊക്കെ ഡെസ്കിലടിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഞങ്ങൾ ഡെസ്കിലടിച്ച് എല്ലാ തലത്തിലും പിന്തുണ. കാരണം മറ്റൊന്നുമല്ല, കൃത്യമായിട്ടുള്ള വാദമുഖം ഉയർത്തിയിട്ടാണ് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിൽ വന്ന എല്ലാ വിഷയവും എല്ലാം PMC ആണെങ്കിലും ഇപ്പോൾ ടാക്സ് വർധനവുമായി കുറച്ച് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടായിട്ട് എല്ലാ വിഷയത്തിലും വളരെ കൃത്യമായി ഒരു നമുക്കൊക്കെ ഒരു പാഠമാണ്. കാരണം ഏത് കാര്യത്തെക്കുറിച്ചും ആഴത്തിലൊരു പഠനം ഉണ്ടാകണമെന്ന് നമ്മൾ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒരു ഇടപെടലാണ് മുഖ്യമന്ത്രിയുടേത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കെല്ലാം വലിയ ആവേശകരമുണ്ടെന്ന് ഞങ്ങളതിനെ നോക്കിക്കാണുന്നത്. ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ മണ്ഡലത്തിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് നമ്മുടെ കാര്യത്തിലൊക്കെ ഉള്ളത്. ഞങ്ങളോടൊക്കെ സഹോദര തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അനുജനെ പോലെ കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ അദ്ദേഹം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളാ കാര്യത്തിൽ നിയമസഭയ്ക്കകത്ത് പിന്നെ സ്വാഭാവികമായി, കാരണം നയിക്കുന്ന ആള് ആ രൂപത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളും അങ്ങനെ ആവുമല്ലോ, സ്വാഭാവികമായിട്ട് അങ്ങനെ ആകും. അതുകൊണ്ട് തന്നെ നല്ല ആവേശമാണ് ഞങ്ങൾക്കെല്ലാം. പൊളിറ്റിക്സിൽ ഉമ്മൻചാണ്ടി സാറാണ്. കാരണം ഉമ്മൻചാണ്ടി സാറിനെ പോലെ ആകണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജനകീയത അത് നിസ്സാരമല്ല. അദ്ദേഹം നമ്മളൊക്കെ അടുത്ത് ഒരു 10 പേര് വരുമ്പോൾ നമ്മൾ ആ 10 പേരെ ഓരോരുത്തരെയും വന്ന് ക്ഷമയോട് കേൾക്കുന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അസ്വസ്ഥനാകുമ്പോൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി സാർ വരും. കാരണം ആയിരക്കണക്കിന് ആളുകളെ ഒരു ദിവസം പോലും നേരിട്ട് കണ്ട് കേട്ട്
പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ആകാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ആവാൻ പറ്റില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ആവാൻ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് ജനകീയരാകാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആകാൻ ആഗ്രഹിച്ച് നമ്മൾ ഏറ്റവും ജനകീയമായിട്ടുള്ള ഏറ്റവും താഴെത്തലം വളരെ വിനയത്തോടു കൂടി MLA പോസ്റ്റ് ഒന്നും ഒരു അധികാര സ്ഥാനമായിട്ട് നമ്മളൊന്നും കാണുന്നില്ല. അധികാര സ്ഥാനമോ അല്ലെങ്കിൽ ആലങ്കാരിക പദവിയൊന്നുമല്ല. ഒരു ആളുകളെ സഹായിക്കാനുള്ള ഒരു 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 വേദി മാത്രമാണ്, ഒരു തലമാണ്. നമുക്കൊരു പ്രവർത്തനത്തിൻ്റെ മറ്റൊരു തലം, ഇപ്പോൾ പാർട്ടി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതിൻ്റെ വേറൊരു തലമാണ്, സേവനത്തിൻ്റെ മറ്റൊരു തലമാണ് ഒരു MLA എന്നൊരു പദവി. അതൊരു ഒരു അലങ്കാര പദവിയോ അധികാര പദവിയോ അല്ല, സേവനത്തിന് വേണ്ടിയുള്ളൊരു വേദിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയമായി വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമോ, അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഉമ്മൻചാണ്ടി സാർ എങ്ങനെയൊക്കെയാണോ ആളുകളുടെ ഇടയിൽ പെരുമാറിയത് അതുപോലെ ആകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആകാൻ ആഗ്രഹിച്ചാൽ ഒരു സംശയമില്ല, നമുക്കൊക്കെ വലിയ ഏറ്റവും ജനകീയമായ മുഖമായി മാറാൻ കഴിയും. ഉമ്മൻചാണ്ടി സാറാണ് മോഡൽ. തീർച്ചയായും ഞങ്ങൾ MLA.com പല നിയമസഭാ സാമാജികരോടും ചോദിക്കുമ്പോൾ റോൾ മോഡൽ ഉമ്മൻചാണ്ടിയാണ് കേൾക്കുന്നത്. എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസവും ഇവിടുത്തെ ഇന്നാട്ടുകാരനാണ്, ഇവിടെ തന്നെയായിരുന്നു, എങ്ങനെയായിരുന്നു സ്റ്റഡീസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഞാൻ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും PGയും അവിടെ പഠിച്ച് അതിനുശേഷം മഹാരാജാസ് കോളേജിൽ MA വേറൊരു MAക്ക് പോയി. ലോ അക്കാഡമിയിൽ LLBക്ക് പോയി, പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, LLBക്ക് പോയി. പിന്നെ ഞാൻ KSU താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. അവിടെ കാലടി യൂണിവേഴ്സിറ്റി ആയിരുന്നു, താലൂക്ക് സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ട്രഷറായിരുന്നു, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കോൺഗ്രസ് കോളേജിലൊക്കെ പാർട്ടി പ്രവർത്തനമായിട്ട് ഉണ്ടായിരുന്നു, KSU ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ യൂത്ത് DCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. പിന്നെ ഞാൻ ഒരു സഹകരണ ബാങ്കിൽ നൈറ്റ് വാച്ച്മാനായിരുന്നു. എൻ്റെ പഠനകാലത്ത് നൈറ്റ് വാച്ച്മാനായിരുന്നു. ഞാനൊരു ബേക്കറിയിൽ നൈറ്റ് എൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഞാനൊരു ബേക്കറിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്, ഒരു ലോഡ്ജ് റിസപ്ഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ആത്മവിശ്വാസമാണ്. കാരണം നാട്ടിലെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. ഞാൻ കടന്നു വന്ന വഴികളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുമോ എന്നൊക്കെ അതിൻ്റെ ഏറ്റവും താഴെ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്നൊരു ഒരു ഒരു പഴയ ചരിത്രം നമുക്കുള്ളത് കൊണ്ട് ഒരു MLA തന്നെ ഒരു മാതൃകയാണ്. ഞാൻ പറയുകയാണ്, നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മൾ വൈറ്റ് കോളർ ജോബ് അന്വേഷിച്ച് പോകണ്ട, നമുക്ക് പഠിക്കുമ്പോൾ തന്നെ ഇപ്പൊ MLA തെരഞ്ഞെടുത്ത മാതൃക എവിടെയും ജോലി ചെയ്ത് ഒരു കുറച്ച് പൈസ സമ്പാദിക്കാൻ സാധിച്ചാൽ അതൊരു എക്സ്പീരിയൻസ് ഞാൻ കുട്ടികളോട് ഇപ്പൊ എവിടെ പോയാലും പറയും. കാരണം
നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചെലവിനുള്ളൊരു വരുമാനം കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിൽ എന്തിനാ അഭിമാനക്കുറവ് എന്തിനാ? ഞാൻ എൻ്റെ പഠനകാലം മുഴുവൻ അങ്ങനെ പോയ ഒരാളാണ്. ഞാൻ വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്, ക്യാപ്റ്റൻ ജോലിക്ക് പോയിട്ടുണ്ട്, വയറിങ്ങിൻ്റെ പണിക്ക് പോയി, ഒരുപാട് ജോലിക്ക് പോയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ മാത്രമല്ല, ഒരുപാട് പേർ. ഇപ്പം മന്ത്രി ജനീഷ്, അദ്ദേഹം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പോളിടെക്നിക്കിൽ പഠിക്കാൻ വന്നപ്പോൾ ഞാനാണ് കേസ് ചേർത്തത്. അദ്ദേഹത്തിനൊരു സൈക്കിൾ കടയിൽ വൈകുന്നേരം ജോലി ശരിയായി കൊടുത്തത് ഞാനാണ്. ഒരു പ്ലാസ്റ്റിക് കമ്പനിയിലെ നൈറ്റ് ജോലി ശരിയായി കൊടുത്തത് ഞാനാണ്. ആ ജനീഷ് എന്ന മന്ത്രിയാണ്. അഭിമാനത്തോട് പറയാൻ കഴിയും നമുക്ക്. കാരണം അങ്ങനെ കഷ്ടപ്പെട്ട് വരുന്നവർക്ക് പാവപ്പെട്ടവൻ്റെ വിഷമങ്ങൾ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഏതൊരു സാധാരണക്കാരനും വിഷമം പെട്ടെന്ന് നമ്മുടെ കൂടി വിഷമമാണ് തിരിച്ചറിഞ്ഞ് സഹായിക്കാനുള്ള മനസ്സുണ്ടാകും. അത് ഞാൻ പറഞ്ഞ ജനീഷും ഞാൻ ഒന്നും മാത്രമല്ല, ഒരുപാട് പേർ. സൂരജ് ആകട്ടെ, MD തോമസ് ആകട്ടെ, ഒരുപാട്. അത് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഒരുപാട് പേരുണ്ട്. കഷ്ടപ്പാടിന് നടുവിൽ വന്ന ഒരുപാട് MLA-മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരുപാട് MLA-മാരുള്ളത്. അതെ 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 അങ്ങനെ അറിയാൻ കഴിയും. ഞാൻ വൈഫുണ്ട്. വൈഫ് ഒരു കോപ്പറേറ്റീവ് ബാങ്കിലെ സ്റ്റാഫാണ്. കുട്ടികൾ 2 പെൺകുട്ടികളാണ്. മൂത്ത ആള് 3ാം ക്ലാസ് പഠിക്കുകയാണ്, രണ്ടാമത്തെ ആൾ അംഗൻവാടി പഠിക്കുകയാണ്. 4 വയസ്സേ ഉള്ളൂ. ചെറിയ കുട്ടികളാണ്. സന്തോഷ കുടുംബമാണ്. ഞങ്ങളുടെ വൈഫിൻ്റെ അമ്മച്ചിയുണ്ട്, എൻ്റെ ഫാദറുണ്ട്. അമ്മ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് മരണപ്പെട്ടു. ഫാദർ സഹോദരൻ്റെ വീട്ടിലാണ് ഉള്ളത്. സന്തുഷ്ടമായി മുന്നോട്ട് പോകുന്നു. ഹോബി എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഹോബി എന്ന് പറഞ്ഞാൽ റീഡിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ സിനിമ കാണുമോ, അല്ലെങ്കിൽ സിനിമ കാണും. പക്ഷെ സിനിമ ഇപ്പൊ കുറവാണ്. സിനിമ നന്നായി എല്ലാ സിനിമയും കാണുമായിരുന്നു. പിന്നെ വായന കുറച്ച് കുറവാണ്, നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഹോബി സത്യത്തിൽ മുഴുവൻ സമയവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ സാധിപ്പിക്കുക പ്രധാനമാണ്. എന്നെക്കുറിച്ച് അന്വേഷിച്ച് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയും, ഞാൻ സ്ഥിരം പരിപാടി ഇടുന്ന ആളാണ്. എനിക്കൊരു 2 ആഴ്ച കൂടുമ്പോൾ സ്വന്തമായി പരിപാടി ഇടണം. അതെൻ്റെ ഒരു ഹോബിയായി മാറി. ഞാൻ ജില്ലാ പഞ്ചായത്ത് ആയിരുന്നപ്പോൾ നടത്തിയ പരിപാടി, അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് ഒഴിഞ്ഞപ്പോഴും ഞാൻ കൈകൂട്ടിക്കളി മത്സരം വെച്ചു. വലിയ 2000 പേര് പങ്കെടുത്ത വലിയ പരിപാടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വോളിബോൾ ടൂർണമെൻറ്റും ഫുട്ബോൾ ടൂർണമെൻറ്റും ഷട്ടിൽ ടൂർണമെൻറ്റും അങ്ങനെ ഒരു മാസത്തിൽ 2 3 വലിയ പരിപാടികൾ ഇടയ്ക്ക് നടത്തിയ സ്ഥാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, MLA ആണെങ്കിലും MLA ആണെങ്കിലും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് എൻ്റെ ചിന്ത അങ്ങനെയാണ്. ഒന്നുമില്ലെങ്കിലും ശരി, നമുക്ക് കുറേ പരിപാടി, കാരണം ഒരു സംഘാടന, അപ്പോൾ അതിൻ്റെ ഒരു ഹോബിയായി മാറി. നിരവധിയായിട്ടുള്ള പരിപാടികൾ ഇങ്ങനെ സെറ്റ് ചെയ്യുക, ആളുകളെ പരമാവധി ആളുകൾക്ക് ഒരു സന്തോഷം പകരുന്ന പരിപാടികൾ ഉണ്ടാക്കുക. അങ്ങനൊരു ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹോബി. വ്യത്യസ്തമായ ഹോബിയാണ്. ഇഷ്ടമുള്ള നടനും നടിയൊക്കെ ആരാണ്? എങ്ങനെയാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ മോഹൻലാലാണ്. നടി അങ്ങനെ പ്രത്യേകമായിട്ട് അങ്ങനെ അല്ല, എല്ലാ പടം മമ്മൂട്ടിയുടെ പടം കാണും. ഞാൻ മമ്മൂട്ടിയുടെ പടം നന്നായി കാണും. മമ്മൂട്ടി നല്ല നടൻ. പക്ഷെ മോഹൻലാൽ കുറച്ചുകൂടി, മോഹൻലാലിൻ്റെ പടങ്ങൾ കുറച്ചുകൂടി തമാശയൊക്കെ ഉള്ളതിൻ്റെ കൂടി ആണ്. പക്ഷെ മമ്മൂട്ടിയുടെ മായാവി ഉൾപ്പെടെയുള്ള പടങ്ങളും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് പടങ്ങളുണ്ട്. രാജമാണിക്കൊക്കെ ഞാൻ എത്ര വട്ടം കണ്ടു എന്നുള്ളത്. മമ്മൂട്ടി നല്ല റേഞ്ചുള്ള നടനാണല്ലോ. അല്ല, എല്ലാവരും നമുക്കിപ്പോൾ സിനിമ സ്വാധീനിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തില് സിനിമ കാണുന്ന സിനിമകൾ ലൈഫിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? അല്ല, ലൈഫിലെ സിനിമ മാത്രമല്ല, നമ്മള് പിന്നെ വെള്ളിമൂങ്ങ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള പടമാണ് എന്നല്ല, അതിൽ ചില തന്ത്രങ്ങളും അതെ അതെ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ സെറ്റ് ചെയ്യാൻ, ജയിക്കാം, അല്ലെങ്കിൽ എങ്ങനെ രൂപപ്പെടുത്താം എന്നൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ. അതങ്ങനെ പല സിനിമകളുണ്ട്. സിനിമ മാത്രമല്ല, നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മൾ വായിക്കുന്നതും നമ്മൾ അറിയുന്നതും നമ്മുടെ മുമ്പിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ അങ്ങനെ സ്വാധീനിക്കുമ്പോഴാണല്ലോ നമ്മളായി രൂപപ്പെടുന്നത്. നമുക്ക് ലഭ്യമാകുന്ന ഏതൊരു കാഴ്ചയും കേൾവിയും അറിവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത്. അപ്പം നമ്മൾ ഈ പരിപാടി ഇടുന്നത് അങ്ങനെയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴാണ്, ഏതൊരു ഫംഗ്ഷൻ ഇടുമ്പോഴാണ് ഒരു പരിപാടിയുടെ ത്രെഡ് ഇടുന്നത്. ആ ത്രെഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് വേറൊരു പദ്ധതിയാക്കി മാറ്റുകയാണ്. അപ്പം അങ്ങനെ ജീവിതത്തിൽ ലഭ്യമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും നമുക്ക് ജീവിതത്തിൽ അത് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി പൊതുജനങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന പദ്ധതികളായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. പൊതുജനങ്ങൾ ധാരാളം വരുന്നത് ഇപ്പൊ നമ്മൾ കണ്ടു. ഒരുവിധപ്പെട്ട് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ എല്ലാം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു പരിധി വരെ നമ്മള് പരമാവധി അപ്പം തന്നെ പരിഹരിക്കും. അപ്പം തന്നെ നമ്മള് മിക്കവാറും എല്ലാം ഓരോ ഓഫീസുകളിൽ പറയേണ്ടതും മറ്റു ആവശ്യങ്ങളാണല്ലോ. അതൊക്കെ അപ്പം തന്നെ നമ്മൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ക്ലിയർ ചെയ്ത്, ഒന്നുകിൽ അവരെ പറഞ്ഞു വിട്ട് തന്നെ ക്ലിയർ ചെയ്യിക്കും, അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് തിരിച്ചു വിളിച്ച് പറഞ്ഞ് ക്ലിയർ ചെയ്യും. ചിലപ്പോൾ വിളിച്ചാൽ കിട്ടാതെ വരുന്ന ചില പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി വണ്ടിയിൽ നിന്നൊക്കെ വിളിക്കും, അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ ആണെങ്കിലും പരമാവധി അന്ന് തന്നെ ആളുകൾ വന്ന് പറഞ്ഞ വിഷയങ്ങൾ അപ്പം തന്നെ പരിഹരിക്കാൻ ശ്രമത്തിലാണ്. രാവിലെ ഒരു 5:30 മണി മുതൽ നിരന്തരമായ ആളുകളെ കാണുകയാണ്. ഞാൻ ഓഫീസിലൊക്കെ ആണെങ്കിലും പെരുമ്പാവൂരുള്ളപ്പോൾ ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ ഇടവിട്ട് വരും. ഇവിടെ വന്ന് കുറച്ചുകൂടെ കണ്ട്, ഇവിടെ ഉള്ള ആളുകളെ കണ്ട് തിരിച്ചു പോയി മീറ്റിൽ വന്ന് ഒരു 2 മണിക്കൂർ വീണ്ടും കുറേ ആളുകൾ ഉണ്ടാവും. അപ്പോൾ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഒരു 3-4 വട്ടമെങ്കിലും ഓഫീസിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആളെ കണ്ട് ആർക്കൊരു പരാതി പറയാൻ അവസരം കൊടുക്കാതെ
ഓഫീസാണെങ്കിലും നമ്മളെ കണ്ടിട്ടാണെങ്കിലും കൃത്യമായി ഇവിടെ വരുന്ന ആൾക്ക് മുഴുവൻ സേവനം ലഭ്യമാക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയ അതെ, നേതാവാകാൻ അതെ. സാധിക്കട്ടെ. താങ്ക് യു. ഇപ്പോ ശ്രീ മനോജ് മൂത്തേടൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ധാരാളം പദ്ധതികളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രയോറിറ്റി ഗതാഗത കുരുക്കിനാണ്. അത് അദ്ദേഹം ഫ്ലൈ ഓവർ പണിത് അത് സ്വപ്ന പദ്ധതിയായി കരുതി വെച്ചിരിക്കുകയാണ്. മാത്രവുമല്ല പുതിയ പ്രൊജക്റ്റുകൾ ധാരാളമുണ്ട്. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പദ്ധതികൾ മനസ്സിലുണ്ട്. അത് പെരുമ്പാവൂരിനെ മാറ്റിയെടുക്കും. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നല്ല രീതിയിലുള്ള മികച്ച സൗകര്യം നൽകും. അവരെയും ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. ഏതായാലും ഈ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 നിയോജക മണ്ഡലമാക്കി പെരുമ്പാവൂരിനെ മാറ്റുമെന്ന് തന്നെയാണ് ശ്രീ മനോജ് മൂത്തേടൻ പറയുന്നത്. അതിന് സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരാണ്. Thank you, താങ്ക് യു thank സോ you, thank മച്ച്. you. താങ്ക് യു.